ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിരി എന്ന നല്ല ശീലത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ ഞാനിങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഫോണിൽ പല കോമഡീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനിലെ ആൾക്കാരെല്ലാവരും എന്നെ തന്നെ നോക്കുന്നു. അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ചിരി വളരെ ഒച്ചത്തിലായിരുന്നു. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് എനിക്കത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പയ്യെ ഹെഡ്സെറ്റ് അങ്ങ് ഊരി എല്ലാവരും അത് തിരിച്ച് കാണിച്ചു. അപ്പോഴേക്കും അവിടെ മൊത്തം ചിരിയായി. പിന്നെ അവിടെ എല്ലാവരും കൂട്ടച്ചിരിയായി, തമാശകളായി, കഥ പറച്ചിലായി. അതിന്ന സീനാണ്, ഇതിന്ന സീനാണ്, ഇതിന്ന പടത്തിലെ സീനാണ് എന്നെല്ലാം പറഞ്ഞ് വളരെയധികം വൈബായിരുന്നു അവിടെ മൊത്തത്തിൽ. ട്രെയിൻ ഇറങ്ങാൻ നേരത്ത് രണ്ടുപേരും എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ് താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവരൊരു പക്ഷേ അവരുടെ സ്ട്രെസ് പിടിച്ച ടെൻഷൻ പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവരൊരുപാട് സന്തോഷിച്ച് കാണും. അതായിരിക്കും ഒരു പക്ഷേ അവരോട് താങ്ക്സ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, അവിടെ പല ഭാഷകളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് തമിഴന്മാരും കുറച്ച് ഹിന്ദിക്കാരും. അപ്പോൾ ഈ ചിരിയെന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭാഷയോ ദേശമോ ജാതിയോ മതമോ നിറമോ വ്യത്യാസമില്ല. 1000 വാക്കുകൾ കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഏതൊരു കാര്യവും ഒരു ചെറു പുഞ്ചിരിയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിരിയെ എല്ലാവരും യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത്. ചിരിക്കാൻ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വയം ചിരിക്കാനും മറ്റുള്ളവർക്ക് ചിരി പകരാനും അതുവഴി അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും അവരെ പ്രകാശമുള്ളവരാക്കുകയും ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.